സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിച്ചു കേൾക്കുകയും, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തി പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം ചെവികളിൽ സ്വീകരിച്ചപ്പോൾ നടത്തിയ ഒരു പ്രഘോഷണമായത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമുക്കെല്ലാവർക്കും അറിയാം ആരെക്കുറിച്ചുള്ളതാണ് ഈ മഹത്വ കീർത്തനമെന്ന്. ആർക്കുള്ളതാണ് ഈ സ്തുതിയുടെ ഉദ്ഘോഷണമെന്ന്. നമുക്ക് ഒരുപാട് സ്നേഹിക്കുന്ന, നമുക്ക് ഒരുപാട് ഉള്ളിൽ താലോലിക്കുന്ന, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലും കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലുമൊക്കെ ഒരുപാട് കൃപയുടെ സാന്നിധ്യമായി നാം കൊണ്ടു നടക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കുള്ള അഭിവാദനമാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന് തൻ്റെ ജീവിതം സമ്പൂർണമായി സമർപ്പിക്കുകയും ചെയ്തു. അത് അവൾക്ക് ഭാഗ്യമായി, അഥവാ ആത്മീയ ഭാഷയിലെ പദാവലികളെ ഉപയോഗിച്ചാൽ അതവൾക്ക് അനുഗ്രഹമായി മാറിയെന്ന് മാനവചരിത്രം, രക്ഷാകര ചരിത്രം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കി തരുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിൻ്റെയും ആ വിശ്വാസത്തിൻ്റെ സമർപ്പണത്തിൻ്റെയും ഏറ്റവും പ്രകടമായ പ്രതിഫലനമായിരുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന അവളുടെ പ്രഘോഷണം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ, നിന്റെ വചനത്തിൽ നീ അരുളി ചെയ്ത വാഗ്ദാനങ്ങൾ പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അതാ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് അവൾ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന് അവൾ തന്നെ സമർപ്പിച്ചു. അത് അവൾ പ്രഘോഷിച്ചു, പ്രഖ്യാപിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഈ ബാഹ്യമായ അധരത്തിൻ്റെ പ്രഘോഷണം അവളുടെ ജീവിതത്തിൻ്റെ സത്തയമായി താദാത്മ്യം പ്രാപിച്ചു എന്നതാ അവളുടെ അനുഗ്രഹീതമായ അവസ്ഥയുടെ അടിസ്ഥാനമെന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഏലീശ പ്രഘോഷിക്കുകയും. ഇവിടെ നാം ഈ നാളുകളിൽ നാം ധ്യാനിക്കേണ്ട, തിരിച്ചറിയേണ്ടതായ, മനസ്സിലാക്കേണ്ടതായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മുടെ ആന്തരികതയുടെ ആഴത്തിൽ നാം സ്വീകരിക്കേണ്ടതായ ചിന്തയെന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ, നിന്റെ വചനത്തിലെ വാഗ്ദാനങ്ങൾ പോലെ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് സമർപ്പണത്തിൻ്റെ പ്രഘോഷണം നടത്തിയെങ്കിൽ അതിന് കാരണമായി മാറിയ, അതിന് ആ പ്രഘോഷണത്തിലൂടെയുള്ള സമർപ്പണത്തിന് പശ്ചാത്തലമായി മാറിയ മാലാഖിയുടെ വെളിപാടുകളിലൂടെ നാം ഇന്ന് കടന്നു പോകുന്നത് നല്ലതാണ്. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന മാലാഖയുടെ അഭിവാദനം തീർച്ചയായും ആരും ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. ആരും അതിൽ അസ്വസ്ഥതയൊന്നും വിചാരിക്കേണ്ടതില്ല. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ ഒരു ജീവിതത്തിൻ്റെ പരിതസ്ഥിതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും മറിയത്തെ പോലെയുള്ള ഒരു വ്യക്തിയിൽ ഉത്ഭുതമായേക്കാവുന്ന സ്വാഭാവികമായ എളിമയുടെ ഒരു അസ്വാസ്ഥ്യത മാത്രമാണ്. കാരണം അത്രമാത്രം
ദൈവദൂതൻ എന്നല്ല, ആര് പറഞ്ഞാലും കേൾക്കുന്നവരുടെ കാതുകൾക്ക് ഇമ്പമായി അനുഭവപ്പെടാവുന്ന ഒരു അഭിവാദനമാണ് അവിടെ മാലാഖ നടത്തുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അത് കഴിഞ്ഞ് എന്താ ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട. നമുക്കറിയാം, നീ ഭയപ്പെടേണ്ട എന്ന ഈ വചനം ബൈബിളിൽ ഒരിക്കലല്ല ഒരുപാട് പ്രാവശ്യം ഒരുപക്ഷെ ഒരു മനുഷ്യ ആയുസ്സിലെ ഒരു വർഷത്തിൽ എല്ലാ ദിവസവും എടുത്തു വായിക്കുവാൻ സാധിക്കുവാൻ അത്രമാത്രം അധികം പ്രാവശ്യം ദൈവവചനത്തിൽ നാം ആവർത്തിച്ച് വായിക്കുന്ന, ആവർത്തിച്ച് കേൾക്കുന്ന ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട. നീ ഭയപ്പെടേണ്ട, ഡോണ്ട് ബി അഫ്രൈഡ്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൈ പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ നയിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ രക്ഷിക്കും. നീ ഭയപ്പെടേണ്ട എന്ന ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശക്തീകരിക്കുന്ന, ദൈവത്തിൻ്റെ ധൈര്യപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു ഉദ്ഘോഷണമായ ആ വചനം, ഒരു വാഗ്ദാനത്തിൻ്റെതായ വചനം. നീ ഭയപ്പെടേണ്ട. ഇതും മറിയത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുമുള്ള അസ്വസ്ഥതയോ വൈമനസ്യമോ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു വാഗ്ദാനമല്ലത്. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അതും നല്ല കാര്യം മാത്രമാണ്. അതും വളരെ ഹൃദയഹാരിയായ ഒരു സംഗതി മാത്രമാണ് മറിയത്തോട് മാലാഖ പറയുന്നത്. നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ടെന്താ പറഞ്ഞത്? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് ഈശോ എന്ന് പേരിടണം. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. സ്നേഹമുള്ളവരെ, ഗർഭം ധരിക്കുക, പ്രസവിക്കുക എന്നത് ഒരു വിവാഹ വാഗ്ദാനം നടത്തിയിരിക്കുന്ന, വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ആനന്ദകരമായ ഒരു വാഗ്ദാനമാണ്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. കാരണം ഗർഭം ധരിക്കാതിരിക്കുക, പ്രസവിക്കാതിരിക്കുക, അതും ഒരു പുത്രനെ പ്രസവിക്കാതിരിക്കുക, യഹൂദ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശാപഗ്രസ്തമായ അവസ്ഥയുടെ അടയാളമായിരുന്നു. ഈ ശാപഗ്രസ്തമായ ഒരു അവസ്ഥയുടെ സാധ്യത പോലും നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിലില്ല എന്ന ഉറപ്പിൻ്റെ വാഗ്ദാനമാണ് വചനത്തിലൂടെ അവൾ സ്വീകരിക്കുന്നത്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതും അവിടെ ഒരു അസ്വസ്ഥജനകമായ യാതൊന്നും അവിടെ ഇല്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ചിലരെങ്കിലുമൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കന്യകയായിരിക്കെ. സ്നേഹമുള്ളവരെ, യഹൂദരുടെ പശ്ചാത്തലത്തിൽ, യഹൂദ പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിത്യകന്യത്വം എന്ന് പറയുന്നത്, സെലിബസി, ഏകസ്ഥത എന്ന് പറയുന്നത് യഹൂദരുടെ മതാത്മക പശ്ചാത്തലത്തിൽ പറഞ്ഞു കേൾക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. അവർ തൽക്കാലത്തേക്ക്, കുറച്ച് നാളത്തേക്കൊക്കെ വിവാഹ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്രതത്തെക്കുറിച്ചോ ജീവിതശൈലിയെക്കുറിച്ചൊക്കെ നമുക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ കേൾക്കാൻ സാധിക്കും. പക്ഷേ മരണപര്യന്തമുള്ള ഒരു ഏകസ്ഥത, ലൈഫ് ലോങ് സെലിബസി എന്ന് പറയുന്നത് യഹൂദരുടെ ജീവിത പശ്ചാത്തലത്തിലില്ല. ഈവൻ ഇസൈൻ കമ്മ്യൂണിറ്റി പോലുള്ള കഠിനമായ തപോനിഷ്ഠമായ ജീവിതം നയിച്ചിരുന്ന ആ യഹൂദ മതാത്മക വിഭാഗങ്ങളിൽ പോലും അവർ വിവാഹം കഴിക്കരുത് എന്ന ഒരു നിഷ്ഠയോ നിബന്ധനയോ പുലർത്തിയിരുന്നില്ല എന്ന് ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്ക് യഹൂദ പാരമ്പര്യത്തെ മനസ്സിലാക്കുമ്പോൾ സാധിക്കും. അതുകൊണ്ട് തന്നെ മറിയം ഒരു കന്യകയായിരിക്കുക, ഗർഭം ധരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വാഗ്ദാനമാണ് എന്ന ഒരു ചിന്ത പോലും അവിടെ വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ കന്യകയായിരിക്കുക, നീ ഗർഭം ധരിച്ചാൽ നീ കല്ലെറിയപ്പെടുമെന്ന യഹൂദൻ്റെ അല്ലെങ്കിൽ യഹൂദ പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥകളൊന്നും ഇവിടെ പരിഗണന യോഗ്യമായ കാര്യങ്ങളല്ല. കാരണം ഇവിടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു കന്യകയുടെ അടുത്തേക്കാണ് മാലാഖ ദൈവദൂതൻ വന്ന് നീ ഗർഭം ധരിക്കും,
അവിടെ മനസ്സിലാക്കുന്നത് എന്താ? നീ കല്യാണം കഴിക്കും, നിന്റെ വിവാഹ ജീവിതത്തിൽ നിനക്കൊരു പുത്രനുണ്ടാകും, അവൻ ദൈവപുത്രനായിരിക്കും എന്നൊക്കെയുള്ള, അവൻ വലിയവനായിരിക്കും. ആ പുത്രനെ കുറിച്ചുള്ള വാഗ്ദാനം, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, അന്നത്തെ മറിയമെന്ന പെൺകുട്ടി എന്നല്ല, ആ പശ്ചാത്തലത്തിലും സാഹചര്യത്തിലും എന്ന് പറഞ്ഞാൽ അതിനു മുമ്പുള്ള പ്രവാചകൻ വന്നുപോയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. മിശിഹായുടെ വരവിനെ ത്വരിതപ്പെടുത്തുവാൻ വേണ്ടി കഠിനമായ തപോനിഷ്ഠയോടെ പ്രാർത്ഥിക്കുന്ന ഇസ്രായേൽ കമ്മ്യൂണിറ്റിയും അങ്ങനെയുള്ള നിരവധിയായ മതാത്മക കൂട്ടായ്മകൾ കഠിനമായ തപോനിഷ്ഠമായ പ്രാർത്ഥനയിലൂടെ മിശിഹായുടെ വരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ജനത്തെ ഒരുക്കുകയും ചെയ്യുന്ന മിശിഹ എന്ന ആ വാഗ്ദാനത്തിൻ്റെ സന്തതിക്ക് വേണ്ടി യഹൂദ മതാത്മക പശ്ചാത്തലം അദമ്യമായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി കാത്തിരിക്കുന്ന ഒരു സമയം. ആ സമയത്താണ് ഈ ഒരു കൊച്ചു പെൺകുട്ടിയുടെ അടുത്തേക്ക്, ഈ ഒരു യുവതിയുടെ അടുത്തേക്ക്, വിവാഹത്തിന് ഒരുങ്ങിയിരിക്കുന്ന യുവതിയുടെ അടുത്തേക്ക് ഈ വാഗ്ദാനത്തിൻ്റെ വെളിപ്പാടുമായി മാലാഖ കടന്നു വരുന്നത്. സ്നേഹമുള്ളവരെ, ഏതൊരു പെൺകുട്ടിയും ആ പ്രത്യേകമായ പശ്ചാത്തലത്തിലും സാഹചര്യത്തിലും ഇങ്ങനെയൊരു ദൂത് സ്വീകരിക്കുവാൻ ഇടവരുന്ന ഏതൊരു പെൺകുട്ടിയും ആമേൻ എന്ന് എടുത്തവായെ പറയേണ്ട സാഹചര്യമായത്. ആ ഒരു സാഹചര്യത്തിലാണ് മറിയം ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത പശ്ചാത്തലത്തിൽ ഈ ഒരു സംഗതിയെക്കുറിച്ച് അവളുടെ എളിമയുടെ, അവളുടെ ഹൃദയ ലാളിത്യത്തിൻ്റെ, അവളുടെ തൻ്റെ അപര്യാപ്തത അവബോധത്തിൻ്റെ, തൻ്റെ ആത്മശൂന്യത ബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവൾ അറിയാതെ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ ജീവിതത്തിൽ ഇതെങ്ങനെ സംഭവിക്കും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് പറയുമ്പോഴാ മാലാഖയുടെ മറുപടി, ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നിന്നിൽ നിന്ന് ജനിക്കാനിരിക്കുന്നവൻ അത്യുന്നതന്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ സംഭവിക്കുന്ന ജീവിതത്തിലെ മഹത്തായ ഒരു അനുഭവത്തെക്കുറിച്ച് ഇത് പറയുമ്പോൾ മറിയം പറയുകയും, ഇതാ ദൈവത്തിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. സ്നേഹമുള്ളവരെ, ഇവിടെ ഈ മറിയം നടത്തുന്ന ഈ വിശ്വാസത്തിൻ്റെ സമർപ്പണമെന്ന് പറയുന്നത് ഈ ഒരു ദൈവവചന ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുമ്പോൾ അതിൽ തന്നെ വലിയ ഒരു സമർപ്പണമൊന്നുമല്ല. മറിയമെന്നല്ല, ആ യഹൂദ പശ്ചാത്തലത്തിലെ ആ കാലഘട്ടത്തിലെ ഏതൊരു യുവതിയോട് മാലാഖ പറഞ്ഞാലും, ഒരു പക്ഷേ മറിയമല്ലാതെ വേറെ ഏതൊരു വ്യക്തിയോടായിരുന്നുവെങ്കിലും കൂടുതൽ ആവേശത്തോടും കൂടുതൽ സന്തോഷത്തോടും കൂടിയുള്ള ഒരു ആമേൻ, ഒരു സമർപ്പണത്തിൻ്റെ മറുപടി അവിടെ ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മറിയത്തെ ഈ ഒരു വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഈ ഒരു വചനഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം വിലയിരുത്തുമ്പോൾ മറിയം നടത്തിയ ഈ സമർപ്പണത്തിൻ്റെ പ്രഘോഷണം എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരുപാട് വലുതല്ല. പക്ഷെ എന്തുകൊണ്ടാണ് മറിയത്തിൻ്റെ ഈ സമർപ്പണം അത്രമാത്രം ഉദാത്തവും ശ്രേഷ്ഠവുമായി മാനവ ചരിത്രം, പ്രത്യേകിച്ച് ക്രൈസ്തവ ചരിത്രം ഇത്രമാത്രം ആഘോഷത്തോടെ കൊണ്ടു നടക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്നത്? അതിൻ്റെ കാരണമാ ലൂക്ക 1:45 നാം വായിച്ചു കേട്ടത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. സ്നേഹമുള്ളവരെ, കേവലം ഒരു അധരത്തിൻ്റെ പ്രഘോഷണമല്ലായിരുന്നു,
താൽക്കാലികമായ ഒരു പശ്ചാത്തലത്തിൽ, വിശിഷ്യ അപ്പോൾ ലഭിച്ച ഒരു വാഗ്ദാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവൾ നടത്തിയ ഒരു പറച്ചിലല്ലായിരുന്നു അത്. അധരത്തിൻ്റെ ഒരു വ്യായാമമല്ലായിരുന്നു അത്. പിന്നെയോ അവളുടെ ജീവിതത്തിൻ്റെ സമഷ്ടിയും സമഗ്രതയും സ്വാധീനിച്ച, അവളുടെ ജീവിതത്തിൻ്റെ ആന്തരികതയെ ഉഴുതുമറിച്ച, അവളുടെ ജീവിതത്തിൻ്റെ ഒരംശം പോലും ഒഴിവ് സ്വീകരിക്കാതിരുന്ന ഒരു സമ്പൂർണമായ സമഗ്രമായ സമർപ്പണത്തിൻ്റെ ഒരു ബാഹ്യമായ പ്രഘോഷണമായിരുന്നു അവളുടെ ഈ വാക്യങ്ങൾ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. സ്നേഹമുള്ളവരെ, അവളുടെ ഈ സമർപ്പണം തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ മനോഹരമായ ഭാവാത്മകമായ ചേതോഹരമായ ഹൃദയഹാരിയായ ഒരു പിടി വാഗ്ദാനങ്ങളുടെ പശ്ചാത്തലത്തിൽ, പക്ഷേ അവൾ ആമേൻ പറഞ്ഞ നിമിഷം അവളുടെ ജീവിതത്തിൽ മാറ്റിമറിക്കലുകൾ സംഭവിക്കും. അവൾ സമർപ്പണത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയ നിമിഷം മുതൽ അവളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ കീഴ്മേൽ മറിയുകയും, നാം കണ്ട കാര്യമാണ്. വിവാഹ വാഗ്ദാനം നടത്തി വിവാഹത്തിന് ഒരുങ്ങുന്ന ഒരു യുവതിയുടെ അടുത്തേക്കാണ് മാലാഖ കടന്നു വരുന്നത് എങ്കിലും അവൾ ഗർഭം ധരിക്കുന്നത് കന്യാത്വത്തിൻ്റെ അവസ്ഥയിൽ. ഇതാണ് അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, വാസ്തവത്തിൽ മറിയം ആമേൻ പറയുന്നത്, വാസ്തവത്തിൽ മറിയം സമർപ്പണത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത് ഈ മനോഹരമായ വാഗ്ദാനങ്ങൾ കേട്ടിട്ടാണ് എങ്കിലും, എന്തും വന്നാലും ദൈവത്തിൻ്റെ ഹിതം, തന്നെക്കുറിച്ചുള്ള പദ്ധതി എന്തു തന്നെയാണ് എങ്കിലും അതിനാമേൻ പറയുവാനുള്ള ഒരു സന്നദ്ധതയായിരുന്നു അത്. അതാണ് നാം പിന്നീട് കാണുന്നത്. അവളുടെ ജീവിതത്തിൽ മാറ്റിമറിയലുകൾ സംഭവിക്കുകയും അവളുടെ ജീവിതത്തിൽ കീഴ്മേൽ മറിയലുകൾ സംഭവിക്കുകയും നാം പിന്നീട് കാണുന്നത് എന്താ? ഒരു കന്യകയായിരിക്കെ ഗർഭം ധരിക്കുന്ന മറിയത്തെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അവളുടെ പ്രതിശ്രുത വരനായ ജോസഫിനെയെ നാം കാണുന്നത്. അവിടെ മാലാഖയുടെ പ്രത്യേകമായ ഇടപെടലിലൂടെ ആ ഒരു പ്രതിസന്ധിയെ അവൾ അതിജീവിക്കുകയും, അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താ? വാഗ്ദാനത്തിൻ്റെ സന്തതിയെ പ്രസവിക്കുവാൻ, ദൈവപുത്രന് പിറവി നൽകുവാൻ അവൾ കടന്നു ചെല്ലുന്നത്, അവൾക്ക് ഇടം ലഭിക്കുന്നത് കാലിത്തൊഴുത്താണ്. ഈ കാലിത്തൊഴുത്തിൽ തൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സന്തതിയായ ദൈവപുത്രനെ പ്രസവിക്കുവാൻ കാലിത്തൊഴുത്തിൽ ഇടം കണ്ടെത്തേണ്ടി വരുന്ന ഒരു യുവതിയുടെ വൈകാരിക അവസ്ഥ, വൈകാരിക സംഘർഷങ്ങൾ, ആന്തരികമായ വിഹുലതകൾ, വേദനയുടേതായ അവസ്ഥകൾ നമുക്കിന്ന് പോലും ഊഹിക്കാൻ സാധിക്കുന്നതിനപ്പുറത്താണ്. ഇങ്ങനെയുള്ളതായ അതിനുശേഷം ആ പിറവി കൊടുത്ത ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഏതൊരു യഹൂദൻ്റെയും സ്മരണയിൽ വിറയലുണ്ടാകുന്ന ഈജിപ്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന മറിയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആ നസ്രത്തിലെ കൊച്ചു കുടുംബത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഈജിപ്തിലേക്ക്. കാരണം ഇസ്രായേൽ മക്കളുടെ സ്മരണയിൽ അത്രമാത്രം ഘോരമായ ഓർമ്മകളാണ് ഈജിപ്ത് എന്ന വാക്ക് സൃഷ്ടിക്കുന്നത്. നീണ്ട നൂറ്റാണ്ടുകൾ അടിമത്തത്തിൻ്റെ കഠോരമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ദൈവം അത്ഭുതകരമായ ശക്തി പ്രയോഗിച്ച് അവരെ മോചിപ്പിച്ച അത്രമാത്രം അസഹനീയമായ ഓർമ്മകൾ മാത്രം സംക്രമണം നടത്തുന്ന ഈജിപ്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഈ ചോരക്കുഞ്ഞിനെയും കൊണ്ട് പലായനം ചെയ്യേണ്ടി വരുന്ന മറിയവും യോസേപ്പും. സ്നേഹമുള്ളവരെ, അവിടെ നിന്ന് ദൈവം അവരെ തിരികെ കൊണ്ടുവന്നു. എങ്കിലും നമുക്കറിയാം പിന്നീടുള്ള ജീവിതം നാം യോസേപ്പിനെ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ഈശോ എന്ന് പറയുന്ന ദൈവപുത്രനെ വളർത്തിക്കൊണ്ടുവരാൻ മറിയം എന്തുമാത്രം പാടുപെടേണ്ടി വന്നിരിക്കും.
അങ്ങനെ നീണ്ട 30 വർഷത്തെ രഹസ്യ ജീവിതത്തിൻ്റെ അവസാനത്തിൽ നാം കാണുന്നത് ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നു. ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ മറിയത്തെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും മനോഹരമായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം മറിയത്തിൻ്റെ മുമ്പിലേക്ക് അവളുടെ പ്രിയപ്പെട്ടവരും ചാർച്ചക്കാരുമായിട്ടുള്ളവർ വന്ന് പറയുന്നുണ്ട്, നിന്റെ മകന് ഭ്രാന്താണ് എന്ന് പറയുന്നുണ്ട്, നിന്റെ മകന് പിശാച് ബാധയാണെന്ന് പറയുന്നുണ്ട്. പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന ആരോപണം ഉറപ്പായും മറിയത്തിൻ്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടാകും. ഏറ്റവും അവസാനം റോമ സാമ്രാജ്യത്തിനെതിരെ യഹൂദരെ കൊണ്ട് വിപ്ലവത്തിനൊരുങ്ങിയ വിപ്ലവകാരി എന്ന ആരോപണവും സ്വീകരിച്ച് കുരിശിൻ്റെ വഴിയിൽ കാൽവരിയിലേക്കുള്ള യാത്രയിൽ മറിയം ഈശോയെ കണ്ടുമുട്ടുന്നത് നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഹൃദയഭേദകമായ ആ രംഗം. ഇനി എല്ലാത്തിൻ്റെയും അവസാനം കാൽവരിയുടെ മലമുകളിൽ 3 ആണികളിൽ തൂങ്ങിക്കടന്ന് പിടഞ്ഞു മരിക്കുന്ന മിശിഹായുടെ കുരിശിൻ്റെ ചുവട്ടിൽ നാം മറിയത്തെ കണ്ടുമുട്ടുകയും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം വിശ്വാസികൾക്ക് ഒരു പിതാവുണ്ട്, പൂർവ്വപിതാവായ അബ്രാഹാം. വാഗ്ദാനത്തിൻ്റെ സന്തതി, ദൈവം വാഗ്ദാനം ചെയ്തതിൻ്റെ ഫലമായി അവന് ലഭിച്ച ആ മകനെ, ആ സന്തതിയെ മലമുകളിൽ മനസ്സുകൊണ്ട് ബലിയർപ്പിച്ചപ്പോൾ അവൻ അബ്രാഹാം വിശ്വാസികളുടെ പിതാവായി മാറിയെങ്കിൽ, ഇവിടെ മറിയം വാഗ്ദാനത്തിൻ്റെ സന്തതിയായ തൻ്റെ മകനെ മനസ്സുകൊണ്ടല്ല, അക്ഷരാർത്ഥത്തിൽ മലമുകളിൽ രക്തം ചിന്തി ബലിയർപ്പിക്കുകയാണ്. അങ്ങനെ അവൾ വിശ്വാസികളുടെ എല്ലാം മാതാവായി മാറുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, മറിയം ക്രിസ്തുവിനെ പ്രസവിച്ചത് കാലിത്തൊഴുത്തിലാണ് എങ്കിൽ രക്ഷകനെ പ്രസവിച്ചത് കാൽവരി മലമുകളിലാണ്. നീണ്ട 33 വർഷത്തെ പ്രസവ വേദനയുടെ അവസാനത്തിൽ അവൾ രക്ഷകനെ പ്രസവിച്ചു. ആ രക്ഷകനിലൂടെ രക്ഷിക്കപ്പെട്ട എല്ലാവരെയും രക്ഷയിലേക്ക് പ്രസവിച്ചുകൊണ്ട് രക്ഷയുടെ രക്ഷിക്കപ്പെട്ടവരുടെ അമ്മയായി അവൾ അവിടെ മാറുകയാണ്. സ്നേഹമുള്ളവരെ, ഈശോയുടെ ഈ രക്ഷാകര സംഭവത്തിൽ ഇത്രമാത്രം ആഴത്തിൽ, ഈശോയുടെ രക്ഷാകര സംഭവത്തിൽ ഇത്രമാത്രം ഗൗരവതരമായി ഭാഗഭാഗിത്വം സ്വീകരിച്ച ഈ അമ്മയെയാണ് നാം വായിക്കുന്നുണ്ട്. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന തൻ്റെ ശിഷ്യൻ്റെ ഹൃദയത്തിലേക്ക്, തൻ്റെ ശിഷ്യൻ്റെ ജീവിതത്തിലേക്ക്, വെറും ശിഷ്യനല്ല, ദ ബിലവഡ് ഡിസൈപ്പിൾ, ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ശിഷ്യൻ. ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ശിഷ്യനാ ഈശോ സ്നേഹിക്കുന്ന ശിഷ്യൻ. ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ശിഷ്യനെയാ മറിയത്തെ മാതാവായി ഈശോ നൽകുന്നത്. മറിയത്തെ ആരാണോ സ്വന്തം അമ്മയായി സ്വന്തം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത്, അവളാണ് ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ശിഷ്യൻ. അഥവാ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ, ഈശോയുടെ മരണത്തിൻ്റെ മണിക്കൂറിൽ പോലും ഈശോയിൽ നിന്ന് വേർപിരിയാനാവാതെ ഈശോയോട് ഐക്യപ്പെട്ട്, ഈശോയുടെ ക്രൂശിത ജീവിതത്തോട് താതാത്മ്യപ്പെട്ട്, ഈശോയുടെ രക്ഷാകര സംഭവങ്ങളോട് ആന്തരികമായി ആത്മന ഐക്യപ്പെട്ട് ഈശോയോട് ഒന്നായിത്തീരുന്ന ഒരു ജീവിതത്തിലേക്ക് ഈശോ നൽകുന്ന സമ്മാനമാ തൻ്റെ അമ്മയെ അന്തിമ സമ്മാനമായി ആ ജീവിതത്തിലേക്ക് നൽകുക എന്നുള്ളത്. കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന ഈശോയുടെ സമ്മാനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈശോയോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്ന, ഈശോയുടെ കുരിശിനോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്ന, ഈശോയുടെ രക്ഷാകര സംഭവങ്ങളോട്, ഈശോയുടെ പെസഹ രഹസ്യങ്ങളോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിലേക്ക് ഈശോ നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധി അമ്മ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധി അമ്മ ഈശോയോട് എന്തുമാത്രം ഐക്യപ്പെട്ടുവോ, ഈശോയുടെ രക്ഷാകര സംഭവങ്ങളോട് എന്തുമാത്രം ഐക്യപ്പെട്ടുവോ, അത്രമാത്രം ഐക്യപ്പെട്ടുകൊണ്ട് ഈശോയുടെ കുരിശൻ്റെ ചുവട്ടിൽ ഈശോയുടെ മരണത്തോട് ഐക്യപ്പെടാനുള്ള ആഗ്രഹം നമുക്കുണ്ട് എങ്കിൽ
ആ അമ്മയെ തന്നെ വേണം നമ്മുടെ സ്വന്തം അമ്മയായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ. ആ അമ്മയ്ക്കാണ് നമ്മെ ആ അവസ്ഥയിലേക്ക് നയിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ മനോഹരമായ ചാക്രീയ ലേഖനത്തിൽ, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചാക്രീയ ലേഖനത്തിൽ അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, നിങ്ങൾ മറിയത്തിൻ്റെ വിദ്യാലയത്തിൽ പഠിക്കണം. അതെ, മറിയത്തിൻ്റെ വിദ്യാലയത്തിൽ മറിയം പഠിപ്പിക്കുന്നത് പോലെ പഠിച്ചാൽ, മറിയത്തിൻ്റെ മടിയിലിരുന്ന് പഠിച്ചാൽ, മറിയത്തിൽ നിന്ന് പഠിച്ചാൽ നാമും ഈശോയോട് ഐക്യപ്പെടും. കുരിശൻ്റെ ചുവട്ടിൽ നമുക്കും ഒരു സ്ഥാനമുണ്ടാകും. അതിനു വേണ്ട കൃപയ്ക്ക് വേണ്ടി മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.